Dear students, welcome to another class of marketing. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് പാക്കേജിംഗ്, റോൾ ഓർ ഫങ്ഷൻസ് ഓഫ് പാക്കേജിംഗ്. വാട്ട് ഈസ് എ പാക്കേജിംഗ്? പാക്കേജിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മാർക്കറ്റിംഗ് ആക്ടിവിറ്റി എസെൻഷ്യൽ ടു ഡെലിവർ ദ ഗുഡ്സ് ടു ദ കൺസ്യൂമേഴ്സ് ഇൻ എ ഗുഡ് കണ്ടീഷൻ. അല്ലെ, നമ്മുടെ അടുത്തേക്ക് ഏറ്റവും നല്ല രീതിയിൽ ആ ഒരു സാധനത്തെ എത്തിക്കുന്നതിൽ വേണ്ടി നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു മാർക്കറ്റർ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് പാക്കേജിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കാൾ ദ ഫിഫ്ത്ത് പീസ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ്. മാർക്കറ്റിംഗ് മിക്സിൽ അഞ്ചാമത്തെ പീസ് എന്നും പാക്കേജിംഗ് അറിയപ്പെടുന്നുണ്ട്. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഡിസൈനിങ് ആൻഡ് പ്രൊഡ്യൂസിങ് ആൻഡ് ഓഫ് അപ്രോപ്രിയേറ്റ് കണ്ടെയ്നേഴ്സ് ഫോർ എ പ്രൊഡക്റ്റ്. അല്ലേ, നമുക്കറിയാം ഒരു പ്രൊഡക്റ്റിന് അനുയോജ്യമായ രീതിയിൽ അതിൻ്റെ ഒരു കണ്ടെയ്നർ ഡിസൈൻ ചെയ്യുക, അത് പ്രൊഡ്യൂസ് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ് പാക്കേജിംഗ് എന്ന് പറയുന്നത്. അത് ഈ ഒരു പാക്കേജിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ആസ് എ പ്രൊമോഷണൽ ടൂൾ ബൈ ഗിവിംഗ് ആൻ അട്രാക്റ്റീവ് അപ്പിയറൻസ് ടു ദി പ്രൊഡക്റ്റ്. അല്ലെ, ചില പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ അതിൻ്റെ കണ്ടെയ്നർ കണ്ടിട്ട് നമ്മൾ വാങ്ങിക്കാറുണ്ട്, അതിൻ്റെ ഒരു റീയൂസ് മുന്നിൽ കണ്ടുകൊണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു പ്രൊഡക്റ്റിനെ ഏറ്റവും നല്ല രീതിയിൽ കൺസ്യൂമേഴ്സിൻ്റെ മുന്നിൽ എത്തിക്കുന്നതിന് വേണ്ടി ഒരു പ്രൊമോഷണൽ ടൂൾ എന്നുള്ള രീതിയിൽ പാക്കേജിംഗ് ഉപയോഗിക്കുന്നത്. സോ എ ബ്യൂട്ടിഫുൾ പാക്കേജ് ഇറ്റ് സെൽഫ് ഈസ് ആൻ അഡ്വർടൈസ്മെന്റ്. അല്ലെ, ഒരു പാക്കേജ് എന്ന് പറയുന്നത് എന്തുതന്നെയാണ്, അതിൻ്റെ ഒരു അഡ്വർടൈസ്മെന്റ് കൂടെയാണ് ഒരു നല്ലൊരു പാക്കേജ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് എ പാക്കേജ്? അല്ലെ, പാക്കേജിംഗിലേക്ക് പോകുന്നതിന് എന്താണ് ഒരു പാക്കേജ് എന്ന് പറയുമ്പോൾ, ആ പാക്കേജ് സിംപ്ലി എ കണ്ടെയ്നർ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പാക്കിംഗ് ദ ഗുഡ്സ്. അല്ലെ, ഒരു ഗുഡ്സ് പാക്ക് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കണ്ടെയ്നർ ആണ് നമ്മൾ പാക്കേജ് എന്ന് പറയുന്നത്. അത് നമുക്കറിയാം അല്ലെ. അത് ആ പാക്കേജ് ഏതൊക്കെ രീതിയിൽ വരാം, അതൊരു കേസ് ആവാം, അല്ലെ, ഒരു ബോക്സ് ആവാം, ഒരു ടിൻ ആവാം, അതല്ലെങ്കിൽ ഒരു റാപ്പർ ആവാം, അല്ലെങ്കിൽ ബോട്ടിലാവാം. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെയാണ് പാക്കേജ് ഉണ്ടാവുന്നത്. സോ ഡെവലപ്പിംഗ് എ പ്രൊഡക്ട്സ് പാക്കേജ് ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് എ പ്രൊഡക്റ്റ് പ്ലാനിങ് ആൻഡ് പ്രൊമോഷൻ ബിക്കോസ് എ പാക്കേജ് ഈസ് എ സെല്ലിംഗ് ടൂൾ. അല്ലെ, ഒരു പാക്കേജ് എന്ന് പറയുന്നത് ഒരു സെല്ലിംഗ് ടൂൾ തന്നെയാണ്. അപ്പോൾ അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്രൊഡക്റ്റ് പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഏറ്റവും ഇന്റഗ്രൽ ആയിട്ടുള്ള ഒരു ഭാഗമാണ് പ്രൊഡക്റ്റിന്റെ പാക്കേജ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. സോ പാക്കേജ് നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എ കണ്ടെയ്നർ യൂസ്ഡ് ഫോർ packing the goods. So what is a packing? Packing is a process of putting a product into the package. അല്ലെ, ആ പാക്കേജിലേക്ക് ആ പ്രൊഡക്റ്റിന് ഇടുന്നതിനെയാണ് നമ്മൾ ആ ഒരു പ്രോസസ്സിനെയാണ് പാക്കിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് എനേബിൾസ് ടു ട്രാൻസ്പോർട്ട് ദ പ്രൊഡക്റ്റ് ആൻഡ് ഡെലിവർ ദം ടു ദ ഹാൻഡ്സ് ഓഫ് ദ കസ്റ്റമേഴ്സ്. അപ്പോൾ നമ്മൾ ഓൺലൈൻ വഴിയൊക്കെ സാധനങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഏറ്റവും നല്ല രീതിയിൽ അവരത് അല്ലെ പാക്ക് ചെയ്ത് ആ ഒരു സാധനം നമ്മളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതിന് പല പർപ്പസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ അല്ലെങ്കിൽ അതിൻ്റെ റോൾ എന്താ എന്നുള്ളതൊക്കെ. സോ പാക്കേജ് എന്താ നോക്കി, അതുപോലെ പാക്കിംഗ് എന്താന്നുള്ളത് നോക്കി. സോ പാക്കേജിംഗ് എന്ന് പറയുന്നത് ഒരു ഡെഫിനിഷൻ അക്കോർഡിംഗ് ടു ഫിലിപ്പ് കോട്ട്ലർ, പാക്കേജിംഗ് ഇൻക്ലൂഡ്സ് ദി ആക്ടിവിറ്റീസ് ഓഫ് ഡിസൈനിങ് ആൻഡ് പ്രൊഡ്യൂസിങ് ദ കണ്ടെയ്നർ ഫോർ എ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിനുള്ള ഒരു കണ്ടെയ്നർ ഡിസൈൻ ചെയ്യുക അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് ആണ് ഏതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, പാക്കേജിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. Okay, so packaging includes the activities of designing and producing the container for a product. നമ്മളത് പറഞ്ഞു, അത് ആ ഒരു പാക്കേജ് എന്ന് പറയുന്നത് എന്തുതന്നെയാണ്, അതൊരു അഡ്വർടൈസ്മെന്റ് തന്നെയാണ്, അതുപോലെ അതൊരു പ്രൊമോഷണൽ ടൂളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സോ ഇറ്റ് ഇസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് എ പ്രൊഡക്റ്റ് പ്ലാനിങ് ആൻഡ് പ്രൊമോഷൻ എന്ന് പറഞ്ഞു നമ്മൾ അല്ലേ ഒരു പാക്കേജ് ഉണ്ടാക്കുക എന്നുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് the role or functions of a packaging. ഒരു പാക്കേജിങ്ങിന്റെ റോൾ അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? The first and foremost important function of a package is പ്രൊട്ടക്ട് ദ കണ്ടന്റ്. അല്ലെ, ആ ഒരു പാക്കേജ് നമ്മളത് എന്താണോ പാക്ക് ചെയ്തിട്ടുള്ളത് ആ ഒരു കണ്ടന്റിനെ അത് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള പാക്കേജിങ്ങിൻ്റെ ഒരു ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഡാമേജിൽ നിന്നും, ഡസ്റ്റിൽ നിന്നും, ഡേർട്ടിൽ നിന്നും, അല്ലെ, ലീക്കേജ്, പിൽഫറേജ്, ഇവാപ്പറേഷൻ, വാട്ടറിങ്, അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ആ പ്രൊഡക്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പാക്കേജിങ്ങിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയാം. സോ ഇറ്റ് കണ്ടെയ്ൻസ് ദ കെപ് ദ ഫ്രഷ്, ക്ലീൻ, അൺസ്പോയിൽഡ് ആൻഡ് അൺഅഫക്റ്റഡ്. അല്ലെ, അതിലുള്ള നമ്മൾ എന്താണോ ആ ഒരു പാക്ക്ഡ് ഐറ്റംസ് അതിന് ഏറ്റവും നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നതിന് പാക്കേജ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ സീസണൽ ഫ്ലക്ച്വേഷൻസ് ഇൻ ഡിമാൻഡ് മേ ബി സ്മൂത്തേഡ് ത്രൂ ഔട്ട് പാക്കിംഗ്. അല്ലെ, അപ്പം ഇത്തരത്തിലുള്ള സീസണൽ ഫ്ലക്ച്വേഷൻസിൽ നിന്നൊക്കെ തന്നെ ആ ഗുഡ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് എന്താണ്, ഒരു പാക്കേജാണ്. Then it provides product density. രണ്ടാമത്തെ അതിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് എ പ്രൊഡക്റ്റ് ഡെൻസിറ്റി. പാക്കേജിംഗ് ദാറ്റ് ഇൻക്രീസസ് ദ പ്രൊഡക്റ്റ് ഡെൻസിറ്റി. സോ വാട്ട് ഈസ് എ പ്രൊഡക്റ്റ് ഡെൻസിറ്റി? ഇറ്റ് ഇംപ്ലൈസ് സെലക്ടിംഗ് സച്ച് പാക്കേജ് മെറ്റീരിയൽ, ഡിസൈൻ ആൻഡ് ഷേപ്പ് ദാറ്റ് ഇറ്റ് ഹെൽപ്സ് ടു യൂസ് എ ലിമിറ്റഡ് സ്പേസ് ഇൻ ദ ബെസ്റ്റ് വേ. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾക്ക് സ്റ്റോർ ചെയ്യുന്ന ഏറ്റവും കുറഞ്ഞ സ്ഥലത്ത് അല്ലേ അതിന് പറ്റുന്ന രീതിയിലുള്ള ഡിസൈനും ഷേപ്പും മെറ്റീരിയൽസ് ഒക്കെയാണ് നമ്മൾ പാക്കേജിൽ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതിനെയാണ് നമ്മൾ പാക്കേജ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ്
ഡെൻസിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏറ്റവും സ്റ്റോറിങ്ങിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള പാക്കേജ് മെറ്റീരിയൽസും ഡിസൈനും ഷേപ്പും സെലക്ട് ചെയ്യുന്നതാണ് പ്രൊഡക്റ്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ പാക്കേജിങ് എന്ത് ചെയ്യുന്നുണ്ട്, ആ പ്രൊഡക്റ്റിന്റെ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ദെൻ തേർഡ് വൺ, ഇറ്റ് ആക്ട് ആസ് എ പ്രൊമോഷണൽ ടൂൾ. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പാക്കേജ് എന്ന് പറയുന്നത് ഒരു പ്രൊമോഷണൽ ടൂൾ ആണ്. ഇറ്റ് ആക്ട് ആസ് എൻ അഡ്വർടൈസ്മെന്റ് ഇറ്റ് സെൽഫ്, അല്ലെ, ഒരു സൈലന്റ് സെയിൽസ്മാൻ ആണ് ഒരു പാക്കേജ് എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടുള്ള ഗുഡ്സ് എന്ത് ചെയ്യും, വളരെ പെട്ടെന്ന് തന്നെ എന്താവാനായിട്ട് സാധ്യതയുണ്ട്, സെല് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, അല്ലെ. ഗുഡ് പാക്കേജിങ് ക്യാൻ സെൽ മോർ ഈസിലി ആൻഡ് ക്വിക്ലി ആസ് ഇറ്റ് വർക്ക്സ് ആസ് എ പ്രൊമോഷണൽ. ഇറ്റ് ഇസ് എ സൈലന്റ് സെയിൽസ്മാൻ എന്ന് പറയും. It does self-advertisement, displaying, publishing and act as an advertising medium. So, attractive package enhances the opportunity of impulse buying. അല്ലേ, നമ്മളിൽ ഒരു നല്ല, ഞാൻ നേരത്തെ പറഞ്ഞു തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു ചില ഗുഡ്സ് ഒക്കെ നമ്മൾ കാണുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ ആ ഒരു പാക്കേജും അതിൻ്റെ ആ ഒരു കണ്ടെയ്നറൊക്കെ കണ്ടിട്ട് നമ്മൾ ചില ഗുഡ്സ് വാങ്ങിക്കാറുണ്ട്. സോ ഇറ്റ് ആക്ട് ആസ് എ പ്രൊമോഷണൽ ടൂൾ. അപ്പം ദ പാക്കേജ്, ഇറ്റ് ഇസ് എ പാക്കേജ്, ദ സൈസ്, ഡിസൈൻ, കളർ കോമ്പിനേഷൻ ആൻഡ് ഗ്രാഫിക്സ് ദാറ്റ് ഡിസൈഡ്സ് ഇറ്റ്സ് എബിലിറ്റി ടു അട്രാക്ട് ദ വാല്യുബിൾ അറ്റൻഷൻ ഓഫ് കൺസ്യൂമേഴ്സ് ഓർ ദ പ്രോസ്പെക്ടേഴ്സ്. അല്ലേ, നമ്മൾ കൺസ്യൂമേഴ്സിൻ്റെ ഒക്കെ ഐ ക്യാച്ചിങ് ആയിട്ട് വളരെ പെട്ടെന്ന് അവരെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കളറും ഡിസൈനും സൈസും പാക്കേജും ഒക്കെയാണ് അതിൽ ഉപയോഗിക്കുന്നത്. സോ ഇറ്റ് ആക്ട് ഇറ്റ് സെൽഫ് ആസ് എ പ്രൊമോഷണൽ ടൂൾ. Then the fourth one is it provides a user convenience. In storage, transportation, handling and usage the product is another requirement. അല്ലെ, മറ്റൊരു പാക്കേജിങ്ങിൻ്റെ ഒരു എസെൻഷ്യൽസ് എന്ന് പറയാൻ നമുക്ക് കൺവീനിയൻസ്, അത് സ്റ്റോറേജിനും ട്രാൻസ്പോർട്ടേഷനും അതുപോലെ അത് കൈകാര്യം ചെയ്യുമ്പോഴും ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോഴൊക്കെയുള്ള സൗകര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു റിക്വയർമെന്റ് എന്ന് പറയുന്നത് പാക്കേജിൻ്റെ. Then good packing does this in a greater degree. ഏറ്റവും നല്ല രീതിയിൽ ആ പാക്കിങ്ങിന് ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്തും അത് കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ നല്ല രീതിയിലാണ് പാക്കേജിംഗ് എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടെ കൺവീനിയൻ്റ് ആയിരിക്കും അത് ഉപയോഗിക്കാൻ. സോ ആസ് എ റിസൾട്ട് ദ മാർക്കറ്റിംഗ് ഫങ്ഷൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റോറേജ് ആൻഡ് ഹാൻഡ്ലിംഗ് ആർ പെർഫോംഡ് വിത്ത് ഈസ് ആൻഡ് വിത്തൗട്ട് വേസ്റ്റേജ്. അപ്പം ഇത്തരത്തിലുള്ള നല്ലൊരു പാക്കേജിംഗ് മൂലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷനും സ്റ്റോറേജും അതുപോലെ തന്നെ ഹാൻഡ്ലിംഗ് ഒക്കെ തന്നെ വളരെ ഈസി ആയിട്ട് വേസ്റ്റേജ് ഇല്ലാതെ തന്നെ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. സോ ദ പാക്കേജിംഗ് പ്രൊവൈഡ് യൂസർ കൺവീനിയൻസ്. Then the next function or role is it facilitate the product identification. So a package helps the consumers to identify the product easily and it differentiate a product from a competitive brand. അല്ലേ, മറ്റുള്ളവരിൽ നിന്നും ആ ഒരു പ്രൊഡക്റ്റിനെ വളരെ പെട്ടെന്ന് തന്നെ കസ്റ്റമേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്, ആ ഒരു പാക്കേജിങ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അത് ഐഡന്റിഫൈ ചെയ്യുന്നതിനും അതുപോലെ തന്നെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിനും നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിന്റെ പാക്കേജ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഇറ്റ് അലൗസ് easy product mix. It allows easy product mix. So the product mix relate to the product line and assortment of size, colors, measures, grade, package, type, etc. offered by a selling house. ഒരു പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറയുന്നത് ഒരു ഫേം ഓഫർ ചെയ്യുന്ന ആ കംപ്ലീറ്റ് ലിസ്റ്റ് ഓഫ് പ്രൊഡക്ട്സിനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് മിക്സ് ഇറ്റ് ഇസ് റിലേറ്റ് ടു ദ പ്രൊഡക്ട്സ് ലൈൻ ആൻഡ് അസോർട്ട്മെന്റ് ഓഫ് സൈസ്, കളേഴ്സ്, മെഷേഴ്സ്, ഗ്രേഡ്സ് ആൻഡ് പാക്കേജ് ടൈപ്പ് വിച്ച് ഇസ് ഓഫേർഡ് ബൈ എ സെല്ലിംഗ് ഹൗസ്. ഒരു സെല്ലിംഗ് ഹൗസ് എന്ന് പറയുന്നത് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഫേം, അല്ലേ, ആ ഒരു സ്ഥാപനം ഓഫർ ചെയ്യുന്ന പ്രൊഡക്ട്സ് ലൈൻ അല്ലെങ്കിൽ അതിൻ്റെ അസോർട്ട്മെന്റ്, അത് സൈസിനെയോ അല്ലെങ്കിൽ കളറിനെയോ അല്ലെങ്കിൽ മെഷേഴ്സിനെയോ ഒക്കെ ബേസ് ചെയ്തിട്ടാവാം, അതുമായിട്ട് റിലേറ്റ് ചെയ്താണ് പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറയുന്നത്. ഈ ഒരു ചേഞ്ചസ് ഇൻ ദ പ്രൊഡക്റ്റ് മിക്സ് ക്യാൻ ബി പോസിബിൾ ആസ് പാക്കിംഗ് ഈസ് ടു ഇൻഫ്ലുവൻസ് വെയിറ്റ്, സൈസ്, ഡയമെൻഷൻസ് ഓഫ് ദി പ്രൊഡക്റ്റ് മിക്സ്. അപ്പോൾ ആ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് മിക്സിലെ ചേഞ്ചസ് എങ്ങനെ നമുക്ക് സാധ്യമാണ്, പാക്കേജിങ് മൂലം. കാരണം പാക്കേജ് ചെയ്യാന്ന് പറയുമ്പോൾ അതിൻ്റെ സൈസിലും അതിൻ്റെ ഷേപ്പിലും അതിൻ്റെ ഡയമെൻഷൻസിലും ഒക്കെ തന്നെ ഇൻഫ്ലുവൻസ് വരും, അല്ലേ, ഒരു പ്രൊഡക്റ്റിൻ്റെ പാക്കേജ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിലൂടെ നമുക്ക് ആ പ്രൊഡക്റ്റ് മിക്സിൻ്റെ ചേഞ്ച് വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. And such a selected sales or product mix will facilitate product pricing, shipping, storage, stocking, handling, display and so on in a diversified market segment. ഇപ്പോൾ ഒരു കമ്പനി സെലക്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഫെസിലിറ്റേറ്റ് ദ പ്രൊഡക്റ്റ് പ്രൈസിങ്, ഷിപ്പിംഗ് ആൻഡ് സോ ഓൺ ഇൻ എ ഡൈവേഴ്സിഫൈഡ് മാർക്കറ്റ് സെഗ്മെന്റ്. അപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള മാർക്കറ്റ് സെഗ്മെന്റിലേക്ക് ആ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസിങ്ങും അതിന്റെ ഷിപ്പിങ്ങും അതിന്റെ സ്റ്റോറേജും അതിന്റെ ഹാൻഡ്ലിങ്ങും എല്ലാം എളുപ്പമാക്കുന്നതിന് പ്രൊഡക്റ്റ് മിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് എക്സ്റ്റെൻഡ്സ് എ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ, അല്ലേ, ഓരോ പ്രൊഡക്റ്റിനും അതിൻ്റെതായിട്ടുള്ള ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട്. സോ ദ പാക്കേജ് ഓഫ് എ പ്രൊഡക്റ്റ് മേ ബി യൂസ്ഡ് in an effort to extend the product life cycle. ആ പ്രൊഡക്റ്റിന്റെ ലൈഫ് സൈക്കിൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിൽ, അല്ലെ, ഒന്നും കൂടെ ദൈർഘ്യം നീട്ടുന്നതിൽ ഒരു പാക്കേജിന് വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ ഉണ്ട്. ഇറ്റ് ഈസ് ഇൻക്രീസിംഗ്ലി ഡിഫിക്കൾട്ട് ടു കം അപ്പ് വിത്ത് എ ടോട്ടലി ന്യൂ പ്രൊഡക്റ്റ്, ബട്ട് എനി വെറൈറ്റി ഓഫ് പാക്കേജിംഗ് ഇന്നോവേഷൻസ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് which offers features of a consumer wants and willingness to pay for a form of a product
ഇന്നോവേഷൻ. അപ്പോൾ നമുക്കറിയാം പുതിയൊരു പ്രൊഡക്റ്റുമായിട്ട് മാർക്കറ്റിലേക്ക് വരുമെന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടി ഉള്ള ഒരു കാര്യമാണ്. നമ്മൾ പറഞ്ഞ ആ ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ആയിട്ട് പോകണം. പക്ഷേ ഈ പാക്കേജിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? പലതരത്തിലുള്ള വെറൈറ്റീസ് അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആ പ്രൊഡക്റ്റിൻ്റെ പാക്കേജിങ്ങിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ആ കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സിനും അവരുടെ വില്ലിങ്നെസ്സിനും അവരുടെ വാൺസിനും ഒക്കെ അനുസരിച്ച് അതേ രീതിയിൽ അതിനോട് കോപ്പ് ചെയ്യുന്ന രീതിയിൽ ഉള്ള ഇന്നോവേറ്റീവ് ഫീച്ചേഴ്സ് ആ പാക്കേജിങ്ങിൽ കൊണ്ടുവരാനായിട്ട് ഓരോ കമ്പനിക്കും സാധിക്കുന്നുണ്ട്. സോ ദിസ് ക്യാൻ ബി അച്ചീവ്ഡ് ത്രൂ ഇംപ്രൂവ്ഡ് കൺവീനിയൻസ് ടു നോട്ട് ഓൺലി കൺസ്യൂമേഴ്സ് ബട്ട് ഓൾസോ ടു ദ ഹോൾസെയിലേഴ്സ് ആൻഡ് റീറ്റെയിലേഴ്സ് ബൈ വിച്ച് പാക്കേജസ് ആർ ഈസിലി ടു സ്റ്റോക്ക്, പ്രൈസ്, മാർക്ക്, ഡിസ്പ്ലേ ആൻഡ് ഐഡൻറ്റിഫൈ. ഇപ്പോൾ ഇപ്പോഴൊക്കെ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ നമ്മൾ പോകുന്ന വഴിയിൽ നമ്മുടെ അങ്ങോട്ടേക്ക് ഓരോ പ്രൊഡക്റ്റിലേക്ക് വാങ്ങുന്നതിന് വേണ്ടി പ്രേരിപ്പിക്കുന്ന തരത്തിലായിരിക്കും അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പാക്കേജ്, അതിൻ്റെ പ്രൈസ് അല്ലേ, അതിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൽ ഡിസ്പ്ലേഡ് ആയിരിക്കും. അപ്പോൾ കൺസ്യൂമേഴ്സിന് മാത്രമല്ല അത് ഹോൾസെയിലേഴ്സിനും റീറ്റെയിലേഴ്സിനും ഒക്കെ തന്നെ കൺവീനിയൻ്റ് ആണ് നല്ല പാക്കേജ് എന്ന് പറയുന്നത്. സോ ആ ഒരു നല്ല പാക്കേജിലൂടെ ആ പ്രൊഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനായിട്ട് സഹായിക്കുന്നുണ്ട് ഗുഡ് പാക്കേജ്. ദെൻ പ്രിവെൻറ്റിങ് അഡൾട്ടറേഷൻ. സോ ആ ഒരു ഗുഡ്സ് അഡൾട്ടർ ചെയ്യുന്നതിൽ ഏറ്റവും വലിയൊരു തടസ്സമായിട്ട് നമുക്ക് പാക്കേജിങ്ങിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും, ഗുഡ്സിൻ്റെ അഡൾട്ടറേഷൻസ് പ്രിവെൻറ്റ് ചെയ്യുന്നതിൽ. Then the next one is preservations. So the package help to preserve the quality of the products. ആ ഗുഡ്സിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള നല്ലൊരു പ്രിസർവേഷൻ ആയിട്ട് നമുക്ക് പാക്കേജ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പാക്കേജിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഗിവിംഗ് വാർണിംഗ്. അപ്പോൾ ചില ഗുഡ്സൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പാക്കേജിൽ ഉണ്ടായിരിക്കും ഗവൺമെൻറ് നൽകുന്ന റിക്വയർഡ് ആയിട്ടുള്ള നിയമപരമായിട്ടുള്ള പല വാർണിംഗ്സുകളും ആ ഗുഡ്സിൻ്റെ ആ പ്രൊഡക്റ്റിൻ്റെ പാക്കേജുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ദ ലാസ്റ്റ് ഫീച്ചർ, so the last importance of a package is to giving warning. So these are the what is the role or functions of a good package. സോ മെയിൻലി നമുക്ക് പറയാം ഒരു നല്ലൊരു പാക്കേജ് എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ പ്രൊഡക്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം, അതിൻ്റെ കണ്ടന്റ് പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം, പ്രൊഡക്റ്റിൻ്റെ ഡെൻസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒരു പ്രൊമോഷണൽ ടൂളായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, കൺവീനിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പ്രൊഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അത് പ്രൊഡക്റ്റ് മിക്സിനെ ഈസി ആക്കുന്നുണ്ട്, ദെൻ എക്സ്റ്റെൻഡ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നു, അഡൾട്ടറേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്, ഒരു പ്രിസർവേഷൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഗുഡ്സിൻ്റെ ക്വാളിറ്റി ഒക്കെ പ്രിസർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പാക്കേജ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഗിവിംഗ് വാർണിംഗ്, സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ്സ് ഒക്കെ കൊടുക്കുന്നതിന് പാക്കേജ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ഓൾ ദി റോൾ ഓർ ഫങ്ഷൻസ് ഓഫ് പാക്കേജിങ്. ഓക്കെ, താങ്ക് യു.